وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الدين عند الله الإسلام ورضيت لكم الإسلام دينا. صدق الله مولانا العلي العظيم. ഏറ്റവും ബഹുമാനത്തിലുള്ള ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനമുള്ള അബ്ദുൽ ഹക്കീം തങ്ങൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തി പ്രസംഗിക്കുന്ന ബഹുമാനമുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരാവുന്ന സദാത്തുക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സദാത്തുക്കൾ, പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, മറ്റ് വേദിയിൽ ഉപേക്ഷയായ മത, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ നേതാക്കന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, ബഹുമാനമുള്ളവർ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഗമത്തിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അത് ഒരു കണക്ക് പ്രകാരം പറഞ്ഞാൽ 100 വർഷം കഴിഞ്ഞു. മറ്റൊരു കണക്ക് പ്രകാരം 100 വർഷം തികയാൻ 1-2 വർഷങ്ങൾ ബാക്കിയുണ്ട്. ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം വളരെ നല്ല നിലയിൽ ആഘോഷിക്കപ്പെടാൻ വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അത് പത്രദ്വാരയും മറ്റൊക്കെ അറിയിക്കപ്പെട്ടതുമാണ്. ഇനി ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അതിന് അനുയോജ്യമായ ഒരു സ്ഥലം അത് അന്വേഷിച്ച് നടക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിനൊരു സമ്മേളനം നടത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും മഹാന്മാരാവുന്ന നമ്മുടെ ഉസ്താദന്മാരൊക്കെ പറയുന്നത് പോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് സമ്മേളനം നടത്താൻ പറ്റിയ ഒരു ഗ്രൗണ്ട് കേരളത്തിലില്ല എന്ന്. അപ്പോൾ അത് എവിടെയാണ് നടത്തേണ്ടത്? അതിന് വിശാലമായ ഒരു ഗ്രൗണ്ട് അന്വേഷിച്ചു. അതിനെ തേടി പിടിക്കാൻ വേണ്ടി പലരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും പലരും അന്വേഷിച്ചുകൊണ്ട് പല സ്ഥലങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതൊന്നും മതിയാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇനിയും അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം നടത്തപ്പെടുമ്പോൾ ആ 100-ാം വാർഷികത്തിൻ്റെ ഒരു പ്രചരണ ആരംഭം അത് ഇവിടെ അബുദാബിയിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തമായ പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാണ് SKSF. SKSF അത് നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ പ്രചരണ ഉദ്ഘാടനം അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികവും അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളും
അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഇവിടെ കൂടിയതായ പ്രവാസികളാവുന്ന നിങ്ങളെല്ലാവരും എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും സജീവമാവണമെന്ന് ആദ്യമായി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് ഒന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ആരോടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് സുന്നികൾക്കും സുന്നിയിതരർക്കും മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങളല്ലാത്തവർക്കൊക്കെ സുപരിചിതമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ ഈ 100 വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വിശുദ്ധമാവുന്ന ദീൻ അഥവാ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത ദീൻ, അതാണുള്ള ഇസ്ലാം ദീൻ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ അവരിവിടെ അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്തത് ഈ വിശുദ്ധമാവുന്ന ഇസ്ലാമിനെ. അൽ അംബിയാവു ഔലാദു അല്ലാത്തിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അമ്പിയാക്കന്മാർ അവരടിസ്ഥാനപരമായി ഒരു കുടുംബത്തിലെ മക്കളാണ്. ആദം നബി പ്രബോധനം ചെയ്ത ആ അടിസ്ഥാന തത്വങ്ങൾ തന്നെയാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയിൽ നിന്ന് ഇവിടെ വന്ന മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ മുഴുവനും പ്രബോധനം ചെയ്തു. അള്ളാഹു വാഹിദാണെന്നും ഓരോ കാലഘട്ടത്തിലും നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ അത് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഖബറിൽ സുആലുണ്ടാവും, മരണാനന്തര ജീവിതമുണ്ട്, മഹ്ശറ, അതിനെ തുടർന്നുള്ള മറ്റുള്ള കാര്യങ്ങൾ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മലായിക്കത്തുകൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ, ഇതുകൊണ്ടൊക്കെ വിശ്വസിക്കണം തുടങ്ങിയും വിശ്വാസപരമായ ഏതെല്ലാം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തത് തന്നെയാണ് അതിന് ശേഷം വന്ന അമ്പിയാക്കന്മാർ മുഴുവൻ പ്രബോധനം ചെയ്തത്. ഇതുകൊണ്ടാണ് അൽ അംബിയാവു ഔലാദു അല്ലാത്തിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ കാരണം. അടിസ്ഥാനപരമായി ഈ സർവ്വ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് ഒരേ ഒരു അടിസ്ഥാന തത്വമാണ്. അതിൽ യാതൊരു സംശയമില്ല. അതാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കാൻ കാരണം. പല അമ്പിയാക്കന്മാർക്കും വ്യത്യസ്തമാവുന്ന പല ദീനുകളല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അടിസ്ഥാനപരമായി സർവ്വ അമ്പിയാക്കന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഒരേ ഒരു മതം മാത്രമാണ്. അതാണ് വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ മനുഷ്യ സമൂഹത്തിനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്ന ഒരു മതമായി കൊണ്ട് ഈ ദീനിനെ അള്ളാഹു പ്രഖ്യാപിച്ചു. പക്ഷേ അമ്പിയാക്കന്മാരൊക്കെ പ്രബോധനം ചെയ്ത അടിസ്ഥാന തത്വങ്ങൾ ഒന്നാണെങ്കിലും അമ്പിയാക്കന്മാർ തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. വലികുല്ലി ജഅൽനാ ശിർഅത്തൻ വ മിൻഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അമ്പിയാക്കന്മാർക്കും അവരുടെ സമുദായങ്ങൾക്കും അള്ളാഹു വ്യത്യസ്തമാവുന്ന ശരീഅത്തുകൾ നൽകിയിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നൽകപ്പെട്ട ശരീഅത്ത്, അത് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങളുടെ അവസ്ഥ പരിശോധിച്ചു കൊണ്ടിട്ട് അവരുടെ രാജ്യത്തിൻ്റെ പരിസ്ഥിതി പരിശോധിച്ചുകൊണ്ട് താൽക്കാലികമായി നിലനിൽക്കേണ്ട, അതായത് ചില അവധികളോടുകൂടി നൽകപ്പെട്ടതായ ശരീഅത്തുകൾ എന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ നബിമാരുടെ കാലഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നബിമാരിലേക്ക് നൽകപ്പെട്ട ശരീഅത്തുകളിൽ വ്യത്യാസങ്ങളുണ്ട്. അത് ഓരോ ശരീഅത്തുകളെയും ആ കാലഘട്ടത്തിൽ പ്രായോഗികമാവുന്നതായ ശരീഅത്തുകൾ എന്ന് പറഞ്ഞാൽ അതിനൊരു അവധി ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം. ആ അവധി കഴിഞ്ഞാൽ അത് ദുർബലപ്പെടുത്തപ്പെടേണ്ടതാണ്. അതിനൊരു ഡേറ്റ് ഉണ്ടാവും, ഇന്ന തീയതി വരെ. ഓരോ അമ്പിയാക്കന്മാരുടെ ശരീഅത്തിൻ്റെ സ്വഭാവങ്ങൾ അങ്ങനെയാണ്.
അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാത്തിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകപ്പെട്ട ആ ശരീഅത്ത് അതിലേക്ക് പ്രത്യേകമാവുന്ന അവധികളുണ്ടായി. ആ അവധി വരെ നിലനിൽക്കുള്ളൂ, ആ അവധിൻ്റെ ശേഷം അത് നിലനിൽക്കില്ല. ആ അവധിക്ക് ശേഷം അത് ദുർബലപ്പെടുത്തപ്പെടേണ്ടതാണ്. അപ്പം കഴിഞ്ഞ പല അമ്പിയാക്കന്മാരുടെ ശരീഅത്ത് പരിശോധിച്ച് നോക്കിയാൽ ശരീഅത്തുകൾ തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചിലരിൽ നിന്ന് മറ്റു ചിലരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത് തന്നെയായിരിക്കും, ചിലരിൽ നിന്ന് മറ്റു ചിലരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്തായിക്കോളണമെന്നില്ല, ചില വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും ഈ ശരീഅത്തുകൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രത്യേകമാവുന്ന അവധികളുണ്ട്. ആ അവധിൻ്റെ ശേഷം ആ ശരീഅത്ത് ദുർബലമാക്കപ്പെടുകയും ആ ശരീഅത്തിന് അംഗീകരിക്കപ്പെടുന്നതല്ല എന്നുള്ള അർത്ഥം പിന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് അത് സ്വീകാര്യമല്ല ആ വിധിവിലക്കുകളൊന്നും. അങ്ങനെ ഓരോ ശരീഅത്തുകളെയും സ്വഭാവങ്ങൾ അങ്ങനെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്തിൻ്റെ സ്വഭാവം അങ്ങനെയല്ല. വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാ, റസൂലുള്ളാഹിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതായ ഈ ശരീഅത്തിൻ്റെ സ്വഭാവം അതൊരു പൂർണ്ണമായ നിയമങ്ങളാണ്. ആ നിയമങ്ങളെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നിലക്ക് ചോദ്യം ചെയ്യാൻ ആർക്കും ചോദ്യം ചെയ്യാമല്ലോ. പക്ഷേ ചോദ്യം ചെയ്യപ്പെടേണ്ടതായ ഒന്നും അതിലില്ല. ആ നിലക്ക് പൂർണ്ണമായ ശരീഅത്താണ്. അത് വളരെ സാദിഖത്താവുന്ന കലിമാത്തുകളാണ്, വളരെ അധികം നീതിയുക്തമാവുന്ന കലിമാത്തുകൾ ശരീഅത്തുകളുമാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്. കാരണം മറ്റുള്ള അമ്പിയാക്കന്മാരേക്കാൾ ഒരുപാട് മസിയാത്തുകളെ കൊണ്ട്, പ്രത്യേകതകളെ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ശരീഅത്തിൻ്റെയും സ്വഭാവം അങ്ങനെയാണ്. ഒരുപാട് പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്തിനുണ്ട്. എന്ന് പറഞ്ഞാൽ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ശരീഅത്ത് അത് ഒരു കാലഹരണപ്പെടില്ല എന്നുള്ള അർത്ഥം. അത് ഒരു കാലത്തും അതിൻ്റെ അവധി കഴിയൂല. അത് ഇവിടെ നിലനിൽക്കേണ്ട കാലഘട്ടം എത്ര ഉണ്ടോ ആ കാലഘട്ടം വരെ, മനുഷ്യന് ഉണ്ടാകുന്ന കാലഘട്ടം വരെ, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ ഉണ്ടാകുന്ന കാലഘട്ടം വരെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീഅത്ത് നിലനിൽക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട കാലഘട്ടം വരെ മറ്റൊരു ശരീഅത്ത് പിന്നെ ഇവിടെ വരില്ല എന്നുള്ളതാണ്. മറ്റൊരു നബി ഇവിടെ വരും. ഇപ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരും എന്ന് പറഞ്ഞു. നബിയായിട്ടല്ല ഈസാ നബി ഇറങ്ങി വരേണ്ടത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് നബിയായിട്ടാണ്. അപ്പോൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു നബി വന്ന് ഇവിടെ ശരീഅത്ത് പുതിയൊരു ശരീഅത്തുമായിട്ട് വരേണ്ട ഒരാവശ്യമില്ല, അതൊട്ടുണ്ടാവില്ലേ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിച്ച ഈ ശരീഅത്ത് അത് കാലികമായ ശരീഅത്താണ്. അത് ചിലർക്കത് കാലികാലത്ത് മനസ്സിലാവില്ല. ഞാനിപ്പോൾ അതിൻ്റെയൊക്കെ മറുപടി പറയല്ല, മനസ്സിലായില്ല. അതിപ്പോൾ അതിന് ഓരോന്നിനും മറുപടി പറയുകയാണെങ്കിൽ ഒരുപാട് സമയങ്ങൾ നീണ്ടുപോകും. അപ്പോൾ അത് കാലികമായ ശരീഅത്താണ്. ഏത് കാലഘട്ടത്തിലും അത് പ്രായോഗികമാണ് ആ ശരീഅത്ത്. അതുകൊണ്ടാണ് അത് ദുർബലപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ ശരീഅത്തിനെ എന്ന് പറഞ്ഞു. അതൊരു കാലഘട്ടത്തിൽ പോയി ദുർബലപ്പെടുത്തപ്പെടുന്നതുമല്ല. അത് വളരെ പൂർണ്ണമായ ശരീഅത്താണത്. അത് നീതിപൂർവമുള്ളതായ നിയമങ്ങളാണ് ഇതിലുള്ളത്. വളരെ സത്യമായ നിയമങ്ങളാണ് ഇതിലുള്ളത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം മറ്റൊരു നബി ഇവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒരു നബിമാർ വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ളതായ ജനങ്ങളുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രത്യേക രാജ്യങ്ങൾക്കുള്ളതായ അന്തരീക്ഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട്
അവർക്ക് ആവശ്യമാവുന്നതായ ഇലാഹിയാവുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ ഇവിടെ ബിഅ്സത്ത് ചെയ്തത്. അത് ഓരോ കാലഘട്ടത്തിലും ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞതുപോലെ അതിന് അവധികളുണ്ടാവും. അത്രമാത്രമേ അത് എനിക്ക് പ്രായോഗികത ഉള്ളൂ എന്നുള്ള അർത്ഥം. അത് ഇലാഹിയായ അഹ്കാമുകൾ തന്നെയാണ്, ഇലാഹിയാവുന്ന വിധികളും തന്നെയാണ്. പക്ഷേ അതെനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച പ്രത്യേക കാലയളവിൻ്റെ ഉള്ളിലായി കൊണ്ടിട്ട് അതിനെ ദുർബലപ്പെടുത്തപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തോടു കൂടി ജനങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരു നിലക്കും ദുർബലപ്പെടുത്തപ്പെടേണ്ട അല്ലെങ്കിൽ പരിവർത്തനപ്പെടുത്തപ്പെടാൻ ആവശ്യമില്ലാത്ത ഒരു ശരീഅത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. ആ ശരീഅത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രബോധനം നടത്തി. വളരെ സത്യസന്ധമായ നിലക്ക് പ്രബോധനം നടത്തിയത് മാത്രമല്ല, ആ ശരീഅത്തിൻ്റെ അഹ്കാമുകൾ ഇവിടെ വളരെ വ്യക്തമായ നിലക്ക് തന്നെ യാതൊരു സംശയത്തിനും അവകാശമില്ലാത്ത നിലക്ക് അതിൻ്റെ രേഖകളെ ഇവിടെ എന്താക്കി സൂക്ഷിക്കപ്പെട്ടു. ഇതിവിടെ ഏതൊരു മതത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ മതത്തിൻ്റെ വിധി വിലക്കുകൾ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ അഹ്കാമുകൾ സംരക്ഷിക്കപ്പെട്ടതുപോലെ സംരക്ഷിക്കപ്പെട്ടത് കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളായി കൊണ്ടിട്ട് ആയിരക്കണക്കിന് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ രേഖ. കാരണം ഖുർആൻ്റെ വ്യാഖ്യാനം അത് ആർക്കെങ്കിലും ഒരു ഭാഷ പഠിച്ചതുകൊണ്ട് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റിയ ഒന്നല്ല വിശുദ്ധ ഖുർആൻ. ഒരാൾ അറബി ഭാഷയിൽ വലിയ വിദഗ്ധനായി നോക്കുക, എന്നാൽ ഖുർആൻ വ്യാഖ്യാനിക്കാൻ അറബി ഭാഷയിൽ വലിയ വിദഗ്ധരായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ആ ജനങ്ങൾ. എത്രത്തോളം അവർ ഭാഷയിൽ നൈപുണ്യത നേടിയിരുന്നു എന്ന് അവരെ ചരിത്രം പരിശോധിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ അടിമ സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടു രാത്രിയിൽ. ഞാൻ അവരെ ഭാഷൻ്റെ നൈപുണ്യം പറയുന്നു. ബന്ധപ്പെടുന്ന സമയത്ത് പലതും പറയാലോ, തേനെ പൊന്നേന്നൊക്കെ പറയും. എന്നതുപോലെ ഈ രാജാവ് ഈ അടിമ സ്ത്രീനോട് പറഞ്ഞു, ആ സമയത്ത് സയ്യിദത്തി, നീ എൻ്റെയും കൂടി രാജാത്തിയാണെന്ന് പറഞ്ഞു. അപ്പം ഇവൾക്ക് തോന്നി രാജാവിൻ്റെ രാജ്ഞിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നാളെ രാജസിംഹാസനത്തിൽ വന്ന് അവിടെ ഇരിക്കേണ്ടവളെ ഞാനാണെന്ന് അവൾക്ക് തോന്നി. കാരണം ഇയാൾ അഭിസംബോധന ചെയ്തത് രാത്രി ആ സമയത്ത് അഭിസംബോധന ചെയ്ത വാക്ക സയ്യിദത്തി എന്നാണ്. അപ്പോൾ ഇവൾക്ക് തോന്നി ഞാൻ തന്നെയാണ് ഇങ്ങനത്തെ ഇവിടുത്തെ രാജാവായിക്കൊണ്ട് വാഴേണ്ടവൾ. അവൾ രാവിലെ തന്നെ തോയിമാരൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ രാജ്ഞിയൊന്നും അണിയിക്കാൻ നിൽക്കേണ്ട, ഇന്നെയാണ് അണിയിക്കേണ്ടത്, ഇന്നെ രാജ്ഞിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ അണിയിച്ചൊരുക്കി എന്നെ ആ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി ആ സിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തണങ്ങളെന്ന് പറഞ്ഞു. ഇവളെ വാക്ക് സ്വീകരിച്ചു. അവളെ രാജ്ഞിക്ക് നൽകപ്പെടേണ്ട ആ വസ്ത്രങ്ങളൊക്കെ അണിയിപ്പിച്ചു. അവളെ രാജസിംഹാസനത്തിൽ കൊണ്ടുപോയി ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് രാജാവ് കടന്നു വരുന്നത് സിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടി. അപ്പം രാജാവ് വളരെയധികം വികാരഭരിതനായി. അയാൾക്ക് രാത്രി ഉണ്ടായ വികാരമല്ല, പകൽ വേറെ വികാരമാണ്. അയാൾ പിന്നെ വളരെയധികം ദേഷ്യത്തോടു കൂടി പട്ടാളങ്ങൾ വിളിച്ച് പറഞ്ഞു, ഇവളെ ഇവിടുന്ന് അടിച്ചോടിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇവൾ ഈ രാജകസാരിയിൽ വന്നിട്ട് സിംഹാസനത്തിൽ വന്ന് ഇരുന്നിക്കുള്ളൂ. അങ്ങനെ അവളെ അവിടുന്ന് അടിച്ചോടിച്ചു. അടിച്ചോടിച്ചപ്പോൾ ഈ പെണ്ണ് പോകുമ്പോൾ രാജകൊട്ടാരത്തിൻ്റെ ആ മതിലിൻ്റെ അവിടെ ഒരു പദ്യം എഴുതി വെച്ചു. ഒരു പദ്യം മുഴുവൻ എഴുതിയിട്ടില്ല, ഒരു പദ്യത്തിൻ്റെ ഒരു അരവരി. ഒക്കുൾത്തല്ലയില സയ്യിദത്തി, രാജാവ് നിങ്ങൾ രാത്രി എന്നോട് പറഞ്ഞത് എന്താ? സയ്യിദത്തി എന്നല്ലേ, നിങ്ങളെയും കൂടി രാജ്ഞിയാണ് ഞാനെന്നല്ലേ.
അത് മാത്രം എഴുതി അവൾ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ രാജസദസ്സിലുള്ള വലിയൊരു സാഹിത്യകാരനാവുന്നൊരു കവി അദ്ദേഹം കടന്നു വരികയാണ്. അയാളുടെ ദൃഷ്ടിയിൽ അവിടെ ചുടുവെള്ളമുണ്ടാവും. അയാളുടെ ദൃഷ്ടിയിൽ ഈ പദ്യത്തിൻ്റെ ഈ വരികളുണ്ട്, അരവരികളുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അയാളതിൻ്റെ ബാക്കി അവിടെ എഴുതി വെച്ചു. ബാക്കി എന്താണെന്നറിയോ? ഒക്കുൽ തല്ലയില സയ്യിദത്തീയും വലാക്കിൻ കലാമുല്ലയിലി തമഴുഹുന്നഹാറും. രാത്രി നിങ്ങൾ എന്നോട് സയ്യിദത്തീന്ന് അഭിസംബോധന ചെയ്തു. പക്ഷേ രാത്രിയിലുണ്ടാകുന്ന വർത്താനമൊക്കെ നേരം വെളുത്താൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. രാത്രി അങ്ങനെ പലതും പറയും. അത് രാത്രി ആ സമയത്ത് പലതും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരം വെളുത്താൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാവില്ല. ഇതാണ് അതിന് ബാക്കിയെന്ന് അയാളോട് എഴുതി വെച്ചു. അപ്പം അവർ ഈ അറബി ഭാഷയിൽ അവർക്കുള്ള കഴിവാണ് ഞാൻ പറയണത്. അപ്പം അത്ര വലിയ കഴിവുകളൊക്കെ ഉണ്ടായിട്ടും അവർക്കൊന്നും വിശുദ്ധ ഖുർആനെ പരിഭാഷ അതിൻ്റെ വ്യാഖ്യാനം ചെയ്യാൻ കഴിയൂല. കാരണം വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനം അതൊരു ഇലാഹിയായ വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. നസ്സല അലൈക്കൽ കിതാബ്, നബിയെ തങ്ങളുടെ മേൽ ഖുർആൻ അവതരിപ്പിച്ചു. അല്ലെങ്കിൽ അൻസല അലൈക്കൽ കിതാബ്, രണ്ടും വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ ഖുർആൻ നബിയെ തങ്ങളുടെ മേൽ അവതരിപ്പിച്ചു എന്ന് പറയും. അൻസല അലൈക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ നസ്സല ഇലൈക്കൽ കിതാബ് എന്ന് പറഞ്ഞാലൊക്കെ, അല്ലെങ്കിൽ അൻസല ഇലൈക്കൽ കിതാബ് എന്ന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നമ്മൾക്കൊക്കെ ഒന്നാണ്. കിതാബ് ഗ്രന്ഥം നബിയെ തങ്ങളുടെ മേൽ അവതരിപ്പിച്ചു എന്നാണ്. ഇതല്ല, രണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പം മിത്തും മുത്തും എന്ന് ഖുർആനിൽ കാണും. മിത്തും മുത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും മരിക്കാന്നല്ല, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഖുർആൻ്റെ ഓരോ പദങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ പദങ്ങളുടെ വ്യാഖ്യാനം ഒരു ഭാഷാ നൈപുണ്യമുള്ള അറബി ഭാഷയിൽ വളരെയധികം പണ്ഡിറ്റായ ഒരുത്തനാണെന്ന് നോക്കുക. അവനക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ലത്. ഇതാണ് നബിയെ തങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. നീ തുബയ്യിനാണ് നിന്നാസ്. അത് നബി വ്യാഖ്യാനിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് എങ്ങനെ? അത് ഇലാഹിയായ നിലക്കുള്ള വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആൻ്റെ ഒരു വചനം മാത്രമല്ല അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കുട്ടിക്ക് ഖുർആൻ്റെ ഒരു വരി ഓതി കൊടുക്കുമ്പോൾ ആ വരി മാത്രം ഓതി കൊടുക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി കേൾക്കുന്നത് ആ ആയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആനെ നബിയിലേക്ക് അവതരിപ്പിക്കണം എങ്ങനെ? അത് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ഖുർആൻ്റെ ആയാത്തുകളെ മേൽ അറിയിക്കുന്നതായ ചില പ്രത്യേക അടയാളങ്ങളുണ്ടാവും ലൗഹുൽ മഹ്ഫൂദിൽ. അതിപ്പോൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന ചില ഡോട്ട്സുകളോ അല്ലെങ്കിൽ അതിൻ്റെ ചില പ്രത്യേക ഇഷാറത്തുകളൊക്കെ ഉണ്ടാവും. അത് നോക്കിയിട്ട് മഹാനാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിൻ്റെ വാക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അള്ളങ്ങനെ ജിബ്രീലിന് ഓതി കൊടുക്കുക. ജിബ്രീൽ വന്ന് നബിക്ക് ഓതുക എന്നല്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന കലാമുകൾ, ആ കലാമുകളെ മനസ്സിലാക്കപ്പെടുന്ന നിലക്കുള്ള ചില അതിൻ്റെ ഇഷാറാത്തുകൾ, അതിൻ്റെ ചില അടയാളങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചില സൂചനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നോക്കി മഹാനാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതിൻ്റെ വാക്കുകളെ ജിബ്രീൽ ശരിപ്പെടുത്തുകയാണ്. എന്നിട്ട് ജിബ്രീൽ അത് റസൂലുള്ളാഹിയിലേക്ക് വന്ന് അവതരിപ്പിക്കുമ്പോൾ വെറും അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് മാത്രമല്ല റസൂലുള്ള കേൾക്കണത്. നമ്മൾ സാധാരണ ഒരുത്തർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അലിഫ് ലാം മീം എന്ന് പറഞ്ഞു കൊടുക്കും, ദാലിക്കൽ കിതാബ് എന്ന് പറയും. അവൻ അലിഫ് ലാം മീം കേൾക്കും, ദാലിക്കൽ കിതാബ് കേൾക്കും. അങ്ങനെയല്ല. വിശുദ്ധ ഖുർആനെ അവതരിപ്പിക്കുന്ന ശൈലി ആ ഖുർആനോട് ബന്ധപ്പെട്ട ഏതെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടോ, അലിഫ് ലാം മീമിനെ ഏതെല്ലാം അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാം. അതിന് മഹാന്മാരാവുന്ന അയിമത്ത് പല വ്യാഖ്യാനങ്ങൾ എഴുതി നൽകി. ആ വ്യാഖ്യാനങ്ങൾ നൽകിയെന്ന് പറഞ്ഞാൽ അവരെ സ്വയഷ്ടപ്രകാരം നൽകിയതല്ലത്.
അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വിശുദ്ധമാവുന്ന ഖുർആനെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം, ആ എല്ലാ വ്യാഖ്യാനവും ആ സമയത്ത് നബിൻ്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. വ്യാഖ്യാനം മാത്രമല്ല വരേണ്ടത്, അതിനോട് ബന്ധപ്പെട്ട പിന്നീട് മഹാന്മാരാകുന്ന മുജ്തഹിദീകളാവുന്ന അയിമ്മത്ത് മനസ്സിലാക്കുന്ന ഏതെല്ലാം ഹുക്മുകളുണ്ടോ അതൊക്കെ റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിലേക്ക് ആ അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിപ്പിക്കുകയാണ്. തങ്ങളെ അള്ളാഹു സംസ്കരിച്ചു. കുട്ടിപ്രായത്തിൽ ഒരു ശുദ്ധീകരണം, നുബുവത്തിൻ്റെ മുമ്പ് മറ്റൊരു ശുദ്ധീകരണം, അള്ളാഹുമായുള്ള ആ കൂടിക്കാഴ്ച, അതിന് മുമ്പൊരു ശുദ്ധീകരണം, ഇങ്ങനെ 3 പ്രാവശ്യം ശുദ്ധീകരിക്കപ്പെട്ടതായ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിലാരാണ്? റസൂലല്ലാതെ. അതെന്തിനു വേണ്ടിയാണ്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മഹാനാവുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഏതെല്ലാം വ്യാഖ്യാനങ്ങളുണ്ടോ ആ വ്യാഖ്യാനങ്ങൾ മുഴുവനും അതിനോട് ബന്ധപ്പെട്ടതായ സർവ്വ അഹ്കാമുകളും, അത് മാത്രമല്ല അതിൽ നിന്ന് പിന്നീട് മഹാന്മാരാകുന്ന മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് മനസ്സിലാക്കുന്ന ഹുക്കുമുകൾ, നിയമങ്ങൾ ഏതെല്ലാണ്ടോ ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തു. ഇതാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞു. ദീൻ പൂർത്തിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. ഇവിടെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ പറഞ്ഞമായിരിക്കും ദീനെ പൂർത്തിയാക്കിയില്ലേ, പിന്നെ എങ്ങനെയാ ഇമാമിങ്ങൾക്ക് അത് പറയാൻ പറ്റുമോ ഇത് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല. പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാം റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടു. അതാണ് നബിയോട് പറയാൻ കാരണം, ലാ തുഹാരിക്ക് ബി ലിസാനക്ക്, നാം അനക്കണ്ട, ഒലാ താജൽ നബിയത്, തങ്ങൾ ധൃതി കൂട്ടും വേണ്ട. ഇതിനെ അവതരിപ്പിക്കേണ്ട ഒരു ശൈലിയുണ്ട്. ആ ശൈലി അനുസരിച്ച് ഈ ശരീഅത്തിനോട് ബന്ധപ്പെട്ട, ഈ ആയത്തിനോട് ബന്ധപ്പെട്ട ഏതെല്ലാം ഹദീസുകളുണ്ടോ, ഏതെല്ലാം അഹ്കാമുകളുണ്ടോ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്, ഇതൊക്കെ നബിയെ തങ്ങളിലേക്ക് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ആയത്ത് ഓതുന്ന സമയത്ത് തന്നെ ഇതെല്ലാം അവതരിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഓരോ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോഴും ഉണ്ടായ അതിൻ്റെ സംഭവങ്ങൾ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഈ ശരീഅത്തിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഈ ശരീഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷവും അത് നിലനിൽക്കണം. മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത് പോലല്ല, നബിൻ്റെ ശേഷവും അത് നിലനിൽക്കണം. അത് നിലനിൽക്കാൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ടാക്കി തീർത്തു. അതായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബത്ത്, അവർക്ക് ശേഷം താബിഈങ്ങൾ, അവർക്ക് ശേഷം ഇവിടെ വന്ന മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, മറ്റ് ഇമാമിങ്ങൾ, ഇതൊക്കെ അതിൻ്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഈ ശരീഅത്തിനെ അതിനെ പരമ്പരാഗതമായി വളരെ വിശ്വാസയോഗ്യരാവുന്നതായ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് മശായിഖന്മാരിൽ കൂടി ലഭിക്കപ്പെട്ടതായ ഈ ആശയാദർശങ്ങളെ ഇവിടെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും അതിന് അനുയോജ്യരാവുന്നതായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിൻ്റെ ഭാഗമാണ് ചിലത് സംഘടനയിൽ കൂടിയായിരിക്കും അതിൻ്റെ സംരക്ഷണം. അതാണ് ഇവിടെ സംഭവിച്ചത്, കേരളത്തിൽ സംഭവിച്ചതാണ്.
ഉപയോഗപ്പെടുത്തിയത് എങ്ങനെ? ഭൗതിക മാധ്യമങ്ങൾ മുഖേനല്ല. അമ്പിയാക്കന്മാരതിൽ ഉപയോഗപ്പെടുത്തി. അവർ മറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അമ്പിയാക്കന്മാർ പ്രവചിച്ചില്ലേ? എങ്ങനെ പറഞ്ഞു? അവരെടുത്തത് മനസ്സിലാക്കേണ്ടതായ ചില മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് അവർ പറഞ്ഞു. ഏതുപോലെ? ശാസ്ത്രജ്ഞന്മാർ വരാൻ പോണ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അവരെങ്ങനെ പറയണത്? അവർ ഭൗതികമാവുന്ന അതിൻ്റെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണം ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ ആളുകൾ നടത്തുന്നത്. അത് ശരിയാവാം, തെറ്റുമാവാം. അമ്പിയാക്കന്മാരും കാലാവസ്ഥ നിരീക്ഷണം നടത്തിയില്ലേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ കാലാവസ്ഥ നിരീക്ഷണം നടത്തിയില്ലേ? തബൂക്ക് യുദ്ധത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞു, തഹുബുല്ലൈലത റീഹുൻ ശദീദ, എന്ന് ശക്തമായ കാറ്റടിച്ച് വീശും. വലാ യഖ്റുജന്ന അഹദ്, ഒരാളും പുറത്തു പോകരുത് എന്ന് പറഞ്ഞു. വൽയാഖിൽ കുല്ലുൻ ബഈറഹു, ഓരോരുത്തരും അവരെ ഒട്ടകത്തിനെ പിടിച്ചു കെട്ടിയിടട്ടെ. ഒരാൾക്ക് തോന്നി എന്താ പുറത്തു പോയി നോക്കിയാലും. ഒരാൾ പുറത്തു പോയി, ഫഅൽഖത്ഹു റീഹു അലാ ജബലി ത്വയ്യിൻ, കാറ്റ് കൊണ്ടുപോയി അയാളെ ത്വയ്യ് പർവ്വതത്തുമ്പിൽ കൊണ്ടുപോയിട്ടു. അപ്പം അത് എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു? അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ട് തന്നെ എല്ലാം പറയണത് അങ്ങനല്ല. അത് മാത്രമല്ല, അതിനെ ആ കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ളതായ ഒരു ഇലാഹിയായ അതിൻ്റെ മാധ്യമങ്ങൾ, അതിൻ്റെ ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവശമുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാൻ കഴിയും. പലരും കണ്ടില്ലേ, വായിൽ ഉപയോഗിച്ചൊരു ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടിന് മുമ്പേനെ റസൂൽ പറയുന്നത്, വായിൽ ഉപയോഗിച്ചൊരു ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്നുണ്ട്. ഇതെങ്ങനെ? യമന്ന് വായിൽ ഉപയോഗിച്ചൊരു വരുന്നത് എങ്ങനെ റസൂൽ പറഞ്ഞു? ഇന്നത്തെ ഭൗതികമാവുന്ന ശാസ്ത്ര സാങ്കേതികമായി വികസിപ്പിച്ചെടുത്ത വലിയ ടെലികമ്മ്യൂണിക്കേഷൻ ഒന്നുണ്ടോ? ഒന്നുമില്ല. അപ്പം അത് മനസ്സിലാക്കാനുള്ള ഇലാഹിയാവുന്ന ചില മാധ്യമങ്ങളുണ്ട്, ഭൗതികമാവുന്ന അതിൻ്റെ മാധ്യമങ്ങളെപ്പോലെ തന്നെ. ഇപ്പോൾ വയറുള്ള ഫോണും വയറില്ലാത്ത ഫോണും ഉപയോഗിച്ച് നമുക്ക് പറയാലോ, വിളിച്ചാൽ ഞാൻ കേൾക്കുമെന്നും, എൻ്റെ അപ്പോൾ വിളിച്ചാന്നൊക്കെ പറഞ്ഞാൽ റേഞ്ചൊക്കെ ശരിയാണെങ്കിൽ അതിനിടേണ്ട സിമ്മ് നമ്മളിൽ ഉണ്ടെങ്കിൽ അതിന് പൈസ കെട്ടിക്കണമെങ്കിലൊക്കെ നമ്മൾ കേൾക്കും. ഇത് ഭൗതികമാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് കേൾക്കുന്നതാണ്. ഇലാഹിയാവുന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അമ്പിയാക്കന്മാർക്ക് കേൾക്കാം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് കേൾക്കാം, ലോകത്തുള്ള ആരോടും സംസാരിക്കാം. അവർക്ക് എപ്പോഴും സംസാരിക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സംസാരിക്കാൻ ആവശ്യമുണ്ടാകുമ്പോൾ ഈ മാധ്യമം അവർ ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളൊക്കെ വളരെ അധികം അത് സ്പഷ്ടമായ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തപ്പെട്ട ആശയങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കില്ല. അപ്പോൾ ഏതായാലും ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്ത് മുന്നിൽ വെക്കുന്നതായ ഒരു തൗഹീദുണ്ട്, ഒരു ശിർക്കുണ്ട്, ബിദ്അത്തുണ്ട്, സുന്നത്തുണ്ട്, പോലത്തെ മറ്റ് പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഉലമാ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ സ്ഥിരപ്പെടുത്തിയതാണ്. അതിലേക്കൊന്നും ഒരു നിലക്കുള്ളതായ സംശയത്തിലേക്ക് ആരും സംശയിക്കേണ്ട ആവശ്യമില്ല, സംശയത്തിൽക്കിട്ട അവകാശമില്ല. ആ നിലക്കുള്ള ഈ ആശയ സംവിധാനങ്ങളെ ഇവിടെ സംരക്ഷിച്ചു പോരുകയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ചെയ്യുന്നത്. അതിവിടെ സംരക്ഷിക്കണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി. അതിനിവിടെ പൊളിക്കണോ എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു ദീനിയായ സംഘടനയാണെന്ന് മനസ്സിലാക്കാം. ഇതൊരു ഭൗതികമായ സംഘടന അല്ല, ഒരു ഇലാഹിയായ സംഘടനയാണ്. വിശുദ്ധമാവുന്ന അല്ലാഹുവിൻ്റെ ശരീഅത്ത്, ആ ശരീഅത്തിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മഹാന്മാരാവുന്ന അയിമ്മത്ത് ഇവിടെ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. മഹാന്മാരാവുന്ന ഉഖർവിയായ ആലിമീങ്ങൾ ഇവിടെ അവർ സ്ഥാപിച്ച ഒരു സംഘടനയാണ്. ഇത് അതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ അവരൊക്കെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണോ ആ നിലക്ക് ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും, യാതൊരു സംശയമില്ല. അത് നിലനിർത്താൻ ആവശ്യമാവുന്ന എല്ലാ സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധ ശരീഅത്തിനെ അല്ലാഹു ഇവിടെ അവതരിപ്പിച്ചു. അതിനവിടെ നിലനിർത്താൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാക്കുകയും ചെയ്യും. ആ നിലക്ക് ഈ സംഘടന അതിൻ്റെ ചൈത്രയാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്, 100-ാം വാർഷികത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമ്മേളനം ഒരു സംഭവ ചരിത്രമാക്കണം. അതിനുവേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം. അതിന് വേണ്ടുള്ള സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം എന്ന് ഇവിടെ കൂടിയതായ എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ പ്രവർത്തനങ്ങളിൽ അല്ലാഹു ഇഖ്ലാസിനെ പ്രദാനം ചെയ്യട്ടെ.
നമുക്കൊക്കെയുള്ള ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, അതിൻ്റെ നേതാക്കന്മാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. എന്താണ് വയനാട് വയനാടെത്താ അത് ദുആയുടെ അവസാനം ബഹുമാനപ്പെട്ട എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരെ എനിക്ക് പ്ലെയിന് പോകണ്ടേ, അദ്ദേഹം നടത്തും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് ശേഷം. അപ്പോൾ വയനാടിന് ഞങ്ങളൊക്കെ അവിടെ പോയി ദുആ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നും ഇവിടുന്ന് പ്രത്യേകമാവുന്ന ദുആ ഈ സദസ്സിൽ നമ്മൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവരുടെ പ്രസംഗത്തിന് ശേഷം നടത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ എല്ലാവരുടെ ഖബൂറിനെ അല്ലാഹു സുഖപുകാവനായി കൊടുക്കട്ടെ. അപകടം പറ്റിയവർക്കുള്ള അപകടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അസുഖത്തിൽ അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. അവരെ സഹായിക്കുന്ന എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. ഇതുപോലുള്ള അപകടങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അവാമിറുകൾക്ക് നമ്മൾ വഴിപ്പെടാതിരിക്കുമ്പോൾ, അവൻ്റെ നവാഹികൾക്ക് വഴിപ്പെടാതിരിക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ഒളബ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് വാജിബായിക്കൊണ്ടേയിരിക്കും. ചില സമയങ്ങളിൽ അവിടെ ഭൂമിയിലൊക്കെ ഉണ്ടാവും, വെള്ളപ്പൊക്കം ഉണ്ടാവും, അങ്ങനത്തെ പലതും ഇവിടെ സംഭവിക്കും. അത് എല്ലാ തുസീബന്നല്ലതീന വലഭൂമിക്കുന്നല്ലേ. അങ്ങനത്തെ വരുമ്പോൾ അക്രമികൾക്ക് മാത്രമാവില്ലെന്ന് കേട്ട് നല്ല ആളുകളും വഴിപ്പെട്ടു പോകും. അങ്ങനെ എൻ്റെ സ്വഭാവം. അപ്പം അവിടെ പല ആളുകളും ഒന്നും തെറ്റ് ചെയ്യാത്തവരുണ്ടാവും, വളരെ ശുദ്ധന്മാരായ പല ആളുകൾ. ഇവർക്കൊക്കെ വന്നു വിടും. അത് ഇപ്പം നമ്മൾക്കൊക്കെ അത് നമ്മളൊന്നും ഒഴിവാക്കിക്കൊണ്ടല്ലേ കാരണം അങ്ങനത്തെ ഒക്കെ ഉണ്ടാവരുത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുക. നമ്മൾ ഈ പരിഹാസവും ആളെ മക്കാറാക്കലും ഇങ്ങനത്തെ ഈ സർവ്വസമയത്തും ഫേസ്ബുക്കിലും മറ്റുള്ളതായ സംഗതിയിലൊക്കെ ആയിക്കൊണ്ട് നമ്മളെ സമയത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ ഒന്ന് ഒഴിക്കുക. ദിക്റ് ഇല്ലാണ്, എപ്പോഴും ദിക്റ് അല്ല. യഥാർത്ഥ മൂമിനായിക്കൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക, മൂമിനീങ്ങളായിക്കൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാന അതാണ് അതിനുള്ള അള്ളാഹുവിലേക്ക് പൂർണ്ണമായും കൊണ്ട് മടങ്ങുക. അതാണ് അതിനുള്ള പരിഹാരം എന്നുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ആഫാത്ത്, മുസീബത്ത്, അപകടങ്ങളെ തൊട്ട് നമ്മളെ നാടിനെയും എല്ലാ രാജ്യങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാ രാജ്യങ്ങളിലും അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഈ രാജ്യത്ത് അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ഈ രാജ്യത്തുള്ള ഭരണകർത്താക്കൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറിനെയും ബർക്കത്തിലൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവർക്ക് എല്ലാ തരത്തിലുള്ള ശക്തിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. എല്ലാ രാജ്യങ്ങളിലും മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഓരോ രാജ്യത്തുള്ള ആളുകൾക്കും ഭരണകർത്താക്കൾക്കും അള്ളാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിൽ ഉപഹാര സമർപ്പണം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഉപഹാര സമർപ്പണം നടത്തുന്നു. പ്രത്യേക അറിയിപ്പ്: ആഴ്ചകൾ തോറും പഠനാർഹമായ ക്ലാസുകളും സലാത്ത് മജ്ലിസും മർഹൂം സയ്യിദ് ഹാമിദ് കോയമത്തങ്ങൾ സ്മാരക ദർസും മാസാന്ത മജ്ലിസുന്നൂറും തുടങ്ങി